കറണ്ട് ചാർജ് കൂടുതൽ വരുന്നുണ്ട്. ബൈ മന്ത്ലി ആണല്ലോ ബില്ല് വരുന്നത്. അത് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ സോളാർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് കുറയുമല്ലോ എന്ന് ഞാൻ. ഇവിടെ എൻ്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന 3 കിലോവാട്ടിൻ്റെ ആണ്. അത് 1 വർഷമായിട്ടുണ്ടാവും. ഇൻസ്റ്റാളേഷൻ ക്ലിയർ ആയിട്ട് ചെയ്തു. മൂപ്പൻസുള്ള ബ്രാൻഡ് കമ്പാരിറ്റീവ്ലി ഇത് കുറഞ്ഞ റേറ്റ് ആയിരുന്നു നിങ്ങളുടെ മൂപ്പൻസിൻ്റെ. ഒരു AC ആണ് അഡീഷണലായി വെച്ച്. 2 AC ആദ്യം ഉണ്ടായിരുന്നു. അതും എപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. ഒരെണ്ണം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ റെഗുലറായിട്ട്. അപ്പോഴും കറണ്ട് ബില്ല് വരുമായിരുന്നു. അത് കാരണമാണല്ലോ ഇത് വെച്ചത്. പണ്ടെന്ന് പറഞ്ഞാൽ ഇത് വെക്കുന്നതിന് മുമ്പാകുമ്പോൾ 5000 മാക്സിമം 6000 വരെ വരും. 2 AC ഒക്കെ യൂസ് ചെയ്യണം കുട്ടികളൊക്കെ വന്ന്. ഇപ്പോൾ വളരെ നോർമലിലാണ്. നമ്മൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്രയൊന്നും ഇല്ല. ഇത് ഇപ്പോൾ എക്സസ് ആയിരിക്കുമ്പോൾ വെറും ഇത് മാത്രമേ നോർമൽ ചാർജ് മാത്രമേ വരുന്നുള്ളൂ. ബൈ മന്ത്ലി അല്ലെങ്കിൽ ഒരു 6000 കൊടുക്കുന്നത് ഇപ്പോൾ മന്ത്ലി 200 കൊടുക്കണമായിട്ട് വ്യത്യാസമില്ലേ. പിന്നെ നമ്മൾ അതിൻ്റെ ഇത് അത്രയും കൊല്ലം കഴിയുമ്പോൾ വരുന്നറിയാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ചാർജസ് ഇത് ഇങ്ങനെ റിക്കവറി ആവും. വൺസ് ഫോർ ആൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്ന മാതിരി ഇതൊന്നും അങ്ങനെ കുറയുമല്ലോ മറ്റത്.